ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രീമിയും ടേസ്റ്റിയും ആയിട്ടുള്ള സേമിയ പായസമാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം കടായിലോട്ട് തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് സേമിയ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സേമിയ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി പായസം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു കടായിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വളരെ ക്രീമിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സേമിയ പായസം റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. സേമിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോഴിത് നല്ല പോലെ തിളച്ച് പാലൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. സേമിയൊക്കെ പാകത്തിന് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് ചവ്വരി ഹാഫ് അവർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചവ്വരി ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു കട്ടിയും കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചവ്വരിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇത് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതുകൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. പിന്നെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക തൊലി കളഞ്ഞ് പൊടിച്ചെടുത്തത് കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം എല്ലാം ഉണ്ടല്ലോ, അതുകൂടി ചേർക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള സേമിയ പായസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് കുറുക്കി വരും. അപ്പം കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവർക്കും എൻ്റെ ക്രീമി ആൻഡ് ടേസ്റ്റി സേമിയ പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.